ഹലോ കൃഷിക്കൂട്ടുകാരെ, ഏവർക്കും കുഞ്ചൂസ് ഫാമിംഗ് ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമുക്ക് ഗ്രോ ബാഗിൽ വളം നിറച്ച് എങ്ങനെയാണ് ചെടി നടുന്ന വിധം ഒന്ന് നോക്കാം. അതിനാവശ്യമായ ഗ്രോ ബാഗ് നമുക്ക് എടുക്കാം. വളക്കടയിലും മറ്റും കാണുന്ന ഈ ഗ്രോ ബാഗ് നന്നായി വെള്ളം മാറുന്നു പോകാനുള്ള ഒരു ഹോളുണ്ടോ എന്ന് നമ്മൾ ആദ്യമേ നോക്കണം. ഇല്ലെങ്കിൽ അതിന് 1-2 ഹോള് നമ്മുടെ ആവശ്യമനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി അത് നന്നായിട്ട് നമുക്ക് അതിൻ്റെ അരികൊക്കെ ഒന്ന് മടക്കി റെഡിയാക്കാം. ഇനി ഇതിലേക്ക് വേണ്ട വളവും മണ്ണും എന്താണ്, അതെങ്ങനെയാണ് അതിന് ആവശ്യമായ ഇതൊന്നും നമുക്ക് നോക്കിയിട്ട് അതുപോലെ ചെയ്യുന്നത് നിങ്ങളൊന്ന് കാണുക. ആദ്യമായിട്ട് നമ്മൾ ഗ്രോ ബാഗ് നിറച്ച് റെഡിയാക്കി കഴിയുമ്പോൾ ആഞ്ഞില കരിയിലയാണ്. കരിയില നല്ല ഉണങ്ങിയിരിക്കുന്നതാണ്. അത് നമുക്ക് ഗ്രോ ബാഗിൻ്റെ അടിവശത്ത് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കൊന്നയില ഇട്ട് കൊടുക്കാം. കൊന്നയില ഒരുപാട് ഇട്ട് കൊടുക്കരുത്. ഇനി നമുക്ക് മണ്ണ് എത്ര വീതം എടുക്കണമെന്ന് നോക്കാം. കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണിത്. 3 കപ്പ് മണ്ണിന് ശകലം കുറവുണ്ട്. അത് സാരമില്ല, നമുക്ക് ഇത്ര മതി. അപ്പോൾ നമ്മൾ ഈ മണ്ണെടുക്കുമ്പോൾ അതിനകത്ത് കല്ലും കട്ടയൊക്കെ കാണും, വലിയ കട്ടയൊക്കെ. അതൊക്കെ പെറുക്കി മാറ്റിയിട്ട് നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇത്രയും മണ്ണും 2 കപ്പ് ചാണകപ്പൊടി, 1 കപ്പ് ചകിരി കമ്പോസ്റ്റ്, 1 പിടി വേപ്പിൻ പിണ്ണാക്ക്, 1 പിടിയുടെ അത്രയും വേണ്ട 1 ടേബിൾ സ്പൂൺ കണക്കിന് കുറച്ച് എല്ലുപൊടിയും കൂടി ഈ കൂട്ടിലോട്ട് ഇട്ടിട്ട് എല്ലാം കൂടി നമുക്ക് യോജിപ്പിച്ച് നമ്മുടെ ഗ്രോ ബാഗിലേക്ക് ഇടാം. ഗ്രോ ബാഗ് നന്നായി നമുക്കൊന്ന് അമർത്തി ഒന്ന് കുലുക്കി കൊള്ളിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ ടാഗ്മോണസാണ് ഞാൻ കലക്കാൻ എടുത്തിരിക്കുന്നത്. എനിക്ക് വളക്കടയിൽ ചെന്നപ്പോൾ അതാണ് കിട്ടിയത്. സീഡോമോണസ് ഇല്ലായിരുന്നു. സീഡോമോണസ് ഉള്ളവർക്ക് അതെടുക്കാം. അപ്പോൾ ഞാൻ ഈ ടാഗ്മോണസ് 1 ലിറ്റർ വെള്ളത്തിൽ എടുത്ത് ഇതിനകത്ത് കലക്കി നല്ലോണം ഇളക്കിയിട്ട് നമ്മുടെ ഈ പോട്ട് മിക്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെടി നടാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 വെണ്ടച്ചെടിയാണ്. ആ വെണ്ടച്ചെടി നടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ പോട്ട് മിക്സ് ഗ്രോ ബാഗിലുള്ള പോട്ട് മിക്സ് നടുക്കായിട്ടൊരു കുഴി കുഴിച്ച്, ചെറിയൊരു കുഴി നമ്മുടെ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് മാന്തിയിട്ട് ഈ വാം ഇട്ട് കൊടുക്കാം. വാമെന്ന് പറഞ്ഞാൽ മൈക്രോ റൈസ, എല്ലാവർക്കും അറിയാമല്ലോ. അത് ഒരുപാട് വേര് സ്പ്രെഡായി ചെടിയെ നല്ല ആരോഗ്യത്തോടെ നിർത്താൻ പറ്റുന്ന ഒന്നാണ് വാം. അപ്പോൾ വാം നമുക്ക് ഈ കുഴിയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ചെടി നടുന്ന ഈ പേപ്പർ ഗ്ലാസ്സിൽ നിന്ന് ചെടി എടുക്കുന്ന വിധം നിങ്ങളൊന്ന് നോക്കുക. ഇങ്ങനെയാണ് എടുക്കേണ്ടത്. 2 പേരിൽ അതിൻ്റെ ഇടയ്ക്ക് ചെടിയുടെ ഇടയ്ക്ക് കയറ്റിയിട്ട് പേപ്പർ ഗ്ലാസ്സൊക്കെ മത്തി അതിൻ്റെ പുറം ഒന്ന് കൊട്ടി എടുത്തിട്ട് നമുക്ക് ചെടി നടാം. നന്നായിട്ടൊന്ന് കൂടെ ഒന്ന് നല്ല ഉറപ്പിച്ച് വെക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഈ ടാഗ്മോണസ് നമ്മൾ എടുത്തതിൻ്റെ ബാക്കിയുണ്ടല്ലോ, അതിൻ്റെ വീതെ കുറച്ച് തളിച്ചും കൊടുത്തിട്ട് നമുക്ക് ഗ്രോ ബാഗ് അനക്കാതെ വീടിൻ്റെ ഷെയ്ഡായിട്ടുള്ള ഭാഗത്ത്, അതായത് മഴയും വെയിലൊന്നും കൊള്ളരുത്, ഒരു 4 ദിവസം അങ്ങനെ നമുക്ക് വെക്കാം. ഇത് വെക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഈർക്കിലി വെണ്ടച്ചെടിയിൽ ഇങ്ങനെ ചേർത്ത് വെച്ചത് കെട്ടിക്കൊടുക്കാം. തക്കാളി, വഴുതന, വെണ്ട, പയർ, ഇത്രയും സാധനമാണ് നമ്മൾ നട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ.